തട്ടപ്പമുണ്ടാക്കുന്ന വിധം പച്ചരി നന്നായി കഴുകി 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം കുതിർത്ത അരിയോടൊപ്പം അല്പം ചോറും ചിരകിയ തേങ്ങയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം ഈസ്റ്റും ചേർത്ത് ഇളക്കി ഒരു രാത്രി മുഴുവൻ മാവ് പൊങ്ങാൻ വെക്കുക. പിറ്റേന്ന് രാവിലെ മാവ് നന്നായി ഇളക്കിയ ശേഷം ചൂടായ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ തടവി ഓരോ തവി മാവ് വീതം ഒഴിച്ച് അധികം പരത്താതെ ഒരൽപ്പം കട്ടിയിൽ ചുട്ടെടുക്കുക. മുകൾ ഭാഗത്ത് ചെറിയ സുഷിരങ്ങൾ വന്ന് വെന്തുവരുമ്പോൾ തിരിച്ചിട്ട് 2 വശവും മൃദുവാക്കി ചുട്ടെടുക്കുക. കടലക്കറി ഉണ്ടാക്കുന്ന വിധം: കറുത്ത കടല തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. പിറ്റേന്ന് രാവിലെ ഈ കടല ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പ്രഷർ കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയ തേങ്ങാക്കൊത്ത് വറുത്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി മൂത്ത് വരുമ്പോൾ മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിച്ച് വേവിച്ചു വെച്ച കടല വെള്ളത്തോടെ ഇതിലേക്കൊഴിച്ച് നന്നായി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ വാങ്ങുക. നേന്ത്രപ്പഴം പുഴുങ്ങുന്ന വിധം: നന്നായി പഴുത്ത നേന്ത്രപ്പഴം തൊലിയോടെ 2 അല്ലെങ്കിൽ 3 കഷ്ണങ്ങളായി മുറിക്കുക. ഒരു ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ച ശേഷം ഈ പഴം കഷ്ണങ്ങൾ തട്ടിലേക്ക് വെക്കുക. പാത്രം നന്നായി മൂടി വെച്ച് ആവിയിൽ ഒരു 10 മുതൽ 12 വരെ മിനിറ്റ് വേവിക്കുക. പഴത്തിന്റെ തൊലി ചെറുതായി വിട്ടുമാറി വരുമ്പോൾ പാകത്തിന് വെന്തു എന്ന് മനസ്സിലാക്കാം. ഇത് ചൂടാറിയ ശേഷം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് വിളമ്പാം. മുട്ട പുഴുങ്ങുന്ന വിധം: ഒരു പാത്രത്തിൽ മുട്ട മുങ്ങിപ്പോകാൻ പാകത്തിന് വെള്ളമെടുത്ത് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ചു വരുമ്പോൾ മുട്ടകൾ പതുക്കെ അതിലേക്ക് ഇറക്കി വെക്കുക. ഇടത്തരം തീയിൽ 9 മുതൽ 10 വരെ മിനിറ്റ് വേവിച്ചാൽ മുട്ട നന്നായി പുഴുങ്ങിക്കിട്ടും. അതിനുശേഷം മുട്ടകൾ പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയാൽ തൊലി എളുപ്പത്തിൽ കളയാൻ സാധിക്കും. ഇത് നടുവേ മുറിച്ച് മുകളിലൊരൽപ്പം കുരുമുളക് പൊടിയും ഉപ്പും വിതറി ഉപയോഗിക്കാം.